എയ്റ്റ്സ് സീരീസിലെ 4ാമത്തെ വീഡിയോ ആണ് എ പ്രെയർ ഫോർ മൈ ഡോട്ടർ. അപ്പോൾ കഴിഞ്ഞ 3 വീഡിയോസിലായിട്ട് നമ്മൾ ഹോംബറിയൽ എന്നുള്ള പോം കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സെക്കൻഡ് പോമാണ് WB യേറ്റ്സിൻ്റെ എ പ്രെയർ ഫോർ മൈ ഡോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണത്തെ പോലെ തന്നെ നമുക്ക് ഓതറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. WB യേറ്റ്സ് ബോൺ ഇൻ 30th ജൂൺ 1865. 1865 ജൂൺ 13-ാം തീയതിയാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ആൻഡ് ഡൈഡ് ഇൻ 28th ജാനുവരി 1939. 1939 ജാനുവരി 28-നാണ് ഇദ്ദേഹം മരിക്കുന്നത്. ആൻഡ് ഹി വാസ് ഐറിഷ് പോയറ്റ്, പ്രോസ് റൈറ്റർ ആൻഡ് ഡ്രമാറ്റിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ കരിയർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു പോയറ്റായിരുന്നു, ഒരു ഐറിഷ് പോയറ്റായിരുന്നു. അതേപോലെ തന്നെ പ്രോസ് റൈറ്ററും ഡ്രമാറ്റിസ്റ്റും ഒക്കെ കൂടെയായിരുന്നു. And one of the driving force behind Irish literary revival with James Finch and Lady Gregory. അപ്പോൾ ലേഡി ഗ്രിഗറിയുടെയും ജെയിംസ് ഫിഞ്ചിൻ്റെയും കൂടെ ഐറിഷ് ലിറ്റററി റിവൈവൽ കൊണ്ടുവന്നതിൽ മുന്നിട്ട് നിന്നിരുന്ന ഒരാളും കൂടെ ആയിരുന്നു WB യേറ്റ്സ്. അപ്പോൾ ഈ ഒരു ഐറിഷ് ലിറ്റററി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്, റിവൈവലിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് നാഷണൽ തിയേറ്റർ ഓഫ് അയർലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പോയിൻറ്റുകളൊന്ന് ഓർത്ത് വെക്കുക, ഈ പേരുകളൊന്ന് ഓർത്ത് വെക്കുക. ജെയിംസ് ഫിഞ്ച്, ലേഡി ഗ്രിഗറി, അതേപോലെ തന്നെ നാഷണൽ തിയേറ്റർ ഓഫ് അയർലൻഡ്. ഐറിഷ് ലിറ്റററി മൂവ്മെൻറ്റ് ഓൾസോ കോൾഡ് കെൽറ്റിക് ട്വിലൈറ്റ്. അപ്പോൾ ഈ ഒരു ഐറിഷ് ലിറ്റററി മൂവ്മെൻറ്റിനെ കെൽറ്റിക് ട്വിലൈറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ സെയിം നെയിമിൽ, കെൽറ്റിക് ട്വിലൈറ്റ് എന്ന നെയിമിൽ WB യേറ്റ്സ് ഒരു പോം എഴുതിയിട്ടുമുണ്ട്. ആൻഡ് വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ഓഫ് അബേ തിയേറ്റർ. അപ്പോൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, നാഷണൽ തിയേറ്റർ ഓഫ് അയർലൻഡ് WB യേറ്റ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഫസ്റ്റ് പോയിൻ്റ്, അതായത് അബേ തിയേറ്ററിൻ്റെ വൺ ഓഫ് ദ ഫൗണ്ടറാണ് WB യേറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഹി വോൺ നൊബേൽ പ്രൈസ് ഇൻ 1923, ഫസ്റ്റ് ഐറിഷ് നോബൽ ലോറേറ്റ്. അപ്പോൾ 1923 1923 ഇദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ലഭിക്കുന്നത്. ആദ്യത്തെ ഐറിഷ് നൊബേൽ ലൊറേറ്റും കൂടെയാണ് WB യേറ്റ്സ്. ഹി ബിക്കെയിം സെനേറ്റർ ഓഫ് ദ ഐറിഷ് ഫ്രീ സ്റ്റേറ്റ് ഫോർ 2 times. ഐറിഷ് ഫ്രീ സ്റ്റേറ്റിൻ്റെ സെനേറ്ററായിട്ട് 2 പ്രാവശ്യം ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആൻഡ് പിന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകളാണ് പറയുന്നത്. ഈസ്റ്റർ 1916, സെക്കൻഡ് കമ്മിങ്, ദ വിന്നിങ് സ്റ്റെയർ. അപ്പം ഇത്രയല്ല വർക്കുകൾ വരുന്നത്, അദ്ദേഹം ഒരുപാട് വർക്കുകൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക കേട്ടോ, ഏതൊക്കെയാണ് വർക്കുകൾ എന്നുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് അദ്ദേഹത്തിന് ടാഗോറുമായിട്ടൊരു കണക്ഷൻ വരുന്നുണ്ട്. അതായത് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ്റെ പേര് വരുന്നത് സോങ് ഓഫറിങ്സ് എന്നാണ്. അപ്പോൾ ഈ സോങ് ഓഫറിങ്സ് എന്ന് പറയുന്ന ഈ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന് പ്രിഫേസ് എഴുതിയത് WB യേറ്റ്സ് ആയിരുന്നു. ആൻഡ് ഹി ഈസ് എ പ്രൊട്ടസ്റ്റൻറ്റ് ഇൻ കത്തോലിക് അയർലൻഡ്. കത്തോലിക് അയർലൻഡിൽ ഒരു പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ട് ജീവിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവിച്ച് വന്നിട്ടുള്ള ഒരാളായിരുന്നു. അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ ഒരു പോയം, ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐറിഷ് റിപ്പബ്ലിക്കൻ വാർ നടക്കുന്ന സമയമാണ്. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അതുപോലെ തന്നെ വേൾഡ് വാർ ജസ്റ്റ് എൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ടെൻഷൻ നമുക്ക് ഈ ഒരു റൈറ്റിങ്ങിൽ കാണാനായിട്ട് പറ്റും. ഹി വാസ് ഇൻ ലവ് വിത്ത് മൗഡ്ഗോൺ ആൻഡ് കത്തോലിക് ഐറിഷ് നാഷണലിസ്റ്റ്. ഓക്കെ, ആൻഡ് അല്ല ഈ ആണ് കേട്ടോ. ഹി വാസ് ഇൻ ലവ് വിത്ത് മൗഡ്ഗോണുമായിട്ട് ഇദ്ദേഹം അഗാധമായ പ്രണയത്തിലായിരുന്നു. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും മൗഡ്ഗോണിനെ കുറിച്ചിട്ടുള്ള റെഫറൻസുകൾ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് വർക്കുകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ മൗഡ്ഗോൺ എന്ന് പറയുന്നത് ഒരു ഐറിഷ് നാഷണലിസ്റ്റ് ആയിരുന്നു. അതേപോലെ തന്നെ ഒരു ആക്ട്രസും കൂടെ ആയിരുന്നു. അപ്പം ആളോടുള്ള പ്രണയം ഇദ്ദേഹം ഒരുപാട് പ്രാവശ്യം ഈ ഒരു മൗഡ്ഗോണിനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ മൗഡ്ഗോൺ ഇദ്ദേഹത്തിനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഏറ്റവും അവസാനമായിട്ട് 1917 ഇദ്ദേഹം മൗഡ്ഗോണിന് പ്രപ്പോസ് ചെയ്യുന്നത്. അങ്ങനെ മൗഡ്ഗോണെ റിജക്റ്റ് ചെയ്യുകയും അതിനുശേഷം ജോർജി ഹെയ്ഡി ലീസിനെ ഇദ്ദേഹം വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വിവാഹ ജീവിതം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരുന്നു. അതുപോലെ തന്നെ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിനെ, അദ്ദേഹത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ ബിലീഫ്സിനെയൊക്കെ ഒന്നുകൂടെ ഫ്യൂവൽ ചെയ്യുന്ന തരത്തിലുള്ളൊരു വ്യക്തി കൂടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വൈഫ്.
ഈ മൗണ്ട് ഗോൺ ഷി ലേറ്റർ മാരീഡ് മാക്ബ്രൈഡ്. മൗണ്ട് ഗോൺ പിന്നീട് മാക്ബ്രൈഡിനെ കല്യാണം കഴിക്കുന്നുണ്ട്. അപ്പോൾ മാക്ബ്രൈഡും ഒരു ഐറിഷ് നാഷണലിസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ ഐഡിയോളജീസ് ഉള്ള ആളുകൾ എന്നുള്ള തരത്തിൽ ആയിരിക്കും ഒരുപക്ഷെ ആ ഒരു റിലേഷനിലോട്ട് എത്തിയിട്ടുണ്ടാവുക. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു മാരേജ് സക്സസ്ഫുൾ ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. ദെൻ തൂർബലേൽ കാസൽ ഈസ് നോൺ ആസ് ഈറ്റ്സ് ടവർ ഇൻ കൗണ്ടി ഗാൽവേ അയർലൻഡ്. ഈറ്റ്സ് ടവർ ഇൻ കൗണ്ടി ഗാൽവേ അയർലൻഡ്. അപ്പോൾ തൂർബലേൽ കാസിൽ നമുക്ക് ഈ ഒരു പോം റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു കാസലും കൂടെയാണ്, ഒരു ആർക്കിടെക്ചറും കൂടെയാണ്. തൂർബലേലിൽ ഇദ്ദേഹം ജീവിച്ചിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന് ആൻ ഈറ്റ്സ് എന്ന് പറയുന്ന മോൾ ജനിക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ഇദ്ദേഹം ഈ ഒരു പോം എഴുതുന്നതും. അപ്പോൾ ഈ ഒരു കാസിൽ പിന്നീട് ഈറ്റ്സ് ടവർ ഇൻ കൗണ്ടി ഗാൽവേ അയർലൻഡ് എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഹി ഓൺഡ് ദിസ് ടവർ അറൗണ്ട് 1916. ഏകദേശം 1916 ഇദ്ദേഹം ഈ ഒരു ടവർ സ്വന്തമാക്കുന്നത്. ഷീമസ് ഹെനി ഡിസ്ക്രൈബ്ഡ് ഇറ്റ് ആസ് ദ മോസ്റ്റ് ഫേമസ് ബിൽഡിംഗ് ഇൻ അയർലൻഡ്. ഷീമസ് ഹെനിനെ അറിയാലോ, അദ്ദേഹം വൺ ഓഫ് ദ ഫേമസ് റൈറ്ററാണ്. അപ്പം ഇദ്ദേഹം ഈ ഒരു തൂർബലേൽ എന്ന് പറയുന്ന ഈ ഒരു കാസലിനെ അദ്ദേഹം പറയുന്നത് മോസ്റ്റ് ഫേമസ് ബിൽഡിംഗ് ഇൻ അയർലൻഡ് എന്നാണ്. അയർലൻഡിൽ തന്നെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് W.B. യേറ്റ്സിൻ്റെ എപ്പിതാഫാണ്. കാസ്റ്റ് എ കോൾഡ് ഐ ഓൺ ലൈഫ്, ഓൺ ഡെത്ത്, ഹോഴ്സ്മാൻ പാസ് ബൈ. ഇത് ഇദ്ദേഹത്തിൻ്റെ തന്നെ അണ്ടർ ബെൻ ബുൾബൻ എന്ന് പറയുന്ന വർക്കിൽ വരുന്ന ലൈൻസാണ്. അപ്പോൾ ഈ ഒരു എപ്പിതാഫ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ പഠിക്കുന്ന ഓരോ റൈറ്റേഴ്സും അവരുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും എപ്പിതാഫോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. മേ ബി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ അബൌട്ട് ദ പോം. This poem written in 1919 after the birth of his daughter Anne in 26th February 1919. ഫെബ്രുവരി 26, 1919 ആൻ ജനിക്കുന്നതിന് ശേഷം, ആൻ ജനിച്ച് 1-2 ദിവസത്തിന് ശേഷമാണ് ഇദ്ദേഹം ഈ ഒരു വർക്ക് എഴുതുന്നത്. ഇദ്ദേഹത്തിൻ്റെ വൈഫ് ജോർജി ഹെയ്ഡിലീസ്, അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൗണ്ട് ഗോണുമായി പ്രണയത്തിലായിരുന്നു. അതിനുശേഷം അവർ റിജക്റ്റ് ചെയ്യുകയും 1917 ജോർജ് ഹെയ്ഡിലീസിനെ ഇദ്ദേഹം വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം എഫക്റ്റ് ഓഫ് വേൾഡ് വാർ ആൻഡ് ഐറിഷ് വാർ, നമുക്ക് ഈ ഒരു പോം ത്രൂ ഔട്ട് ദ പോത്തിൽ ആ ഒരു ടെൻഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് വേൾഡ് വാർ ജസ്റ്റ് എൻഡ് ചെയ്തിട്ടേ ഉള്ളൂ, അവിടെയുള്ള ആ ഒരു കയോസും ആ ഒരു ടെൻഷനും ഒക്കെ നമുക്ക് ഈ ഒരു റൈറ്റിങ്ങിൽ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഐറിഷ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയത്ത് ജനിച്ച തൻ്റെ മകൾ ഇനി എങ്ങനെയായിരിക്കും മുമ്പോട്ട് ഈ ലോകത്തിൽ ജീവിക്കുക എന്നുള്ളൊരു ടെൻഷനൊക്കെ ഈ ഒരു യീറ്റ്സിൻ്റെ ഈ ഒരു വർക്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ ഐറിഷ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഹാഡ് ബിഗൺ ജസ്റ്റ് ബിഫോർ ഹി റോട്ട് ദ പോം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഐറിഷ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഒരു പോം എഴുതുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ളൊരു സമയത്തിലാണ്. അധികം ഡിഫറൻസ് ഒന്നുമില്ല, അതിൻ്റെ ജസ്റ്റ് ബിഫോർ ആണ് ആ ഒരു ഐറിഷ് ഇൻഡിപെൻഡൻസ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് പോയട്രി കളക്ഷൻ മൈക്കൽ റോബർട്ട്സ് ആൻഡ് ദ ഡാൻസ് 1921. അപ്പോൾ 1919 എഴുതിയ ഈ വർക്ക് 1921 ഇദ്ദേഹം പബ്ലിഷ് ചെയ്ത പോയട്രി കളക്ഷനായിട്ടുള്ള മൈക്കൽ റോബർട്ട്സ് ആൻഡ് ദ ഡാൻസ് എന്ന് പറയുന്ന കളക്ഷനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഹോംബറിയിൽ പഠിച്ചപ്പോഴും പഠിച്ചിട്ടുണ്ടായിരുന്നു ഏത് കളക്ഷനിലാണ് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു പോത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ പോം ലൈൻ ബൈ ലൈനായിട്ട് നോക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ ഈ ഒരു പോം നോക്കുന്ന സമയത്ത് ജസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ വേൾഡ് വാറിന് ശേഷമുള്ളൊരു വേൾഡ് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച്, അതുപോലെ തന്നെ ആ ഒരു ഐറിഷ് ഇൻഡിപെൻഡൻസ് വാർ ആ ഒരു സമയത്തുള്ളൊരു സിറ്റുവേഷൻ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും. അറ്റ്ലീസ്റ്റ് ബേസിക്കലി ഇത്രയെങ്കിലും മനസ്സിലാക്കി വെക്കുക. ആ ഒരു ഓരോ വാറുകൾ കഴിയുമ്പോൾ
സ്വാഭാവികമായിട്ടും അവിടെ ഒരു കയോസ് ആയിരിക്കും നിലനിൽക്കുക. അവർക്ക് ഒന്നിനെക്കുറിച്ചും ഒരു കൃത്യമായിട്ടുള്ള ഐഡിയാസ് ഇല്ല. അതുവരെ വേറെ ആരൊക്കെയോ റൂൾ ചെയ്ത, അല്ലെങ്കിൽ അതുവരെ വേറെ ഏതൊക്കെയോ ഫോഴ്സിനാൽ ലീഡ് ചെയ്യപ്പെട്ടിരുന്ന ലൈഫ് മാറിയിട്ട് അവർ ഇൻഡിപെൻഡൻ്റ് ആവുമ്പോൾ പല കാര്യങ്ങളിലും ഒരു കൃത്യതയില്ലാത്ത, പല കാര്യങ്ങളിലും ഒരു ശൂന്യത അനുഭവപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഒരു മകൾ ജനിക്കുന്നു, ഒരു പെൺകുട്ടിയാണ്. ഈ ഒരു പെൺകുട്ടി ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയായിരിക്കും ജീവിക്കുക, അതുപോലെ തന്നെ ആ പെൺകുട്ടിയിൽ ഇദ്ദേഹം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോത്തിൽ വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. താങ്ക് യു.